എല്ലാവരും നല്ല സങ്കല്പത്തോടെ അവിടെ ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് മാളികപ്പുറ പൂജ, അതും ഈ അഴിപൂജ തീരുന്നതിന് മുമ്പ് നമുക്ക് സമ്പൂർണ്ണമാക്കേണ്ടതുണ്ട്. എങ്കിലേ കെട്ടുനിറയുടെ ബാക്കി ചടങ്ങുകൾ സമയത്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഞാൻ സൂചിപ്പിച്ചു വന്നത്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇത് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ, അദ്ദേഹം അതുവരെ ആരുടെയും മുന്നിൽ മുട്ടുമടക്കാത്ത ആൾ, അദ്ദേഹം ശരിക്കും ഭക്തി മടക്കി. എന്നിട്ട് ഒറ്റ കാര്യമാണ് ഗോപാലനാശാൻ പിന്നെ അദ്ദേഹത്തോട് പറഞ്ഞത്, നിനക്ക് വലിയൊരു തലയിലെഴുത്ത് കിടപ്പുണ്ട്, നീ ഒന്നാം തരമായിട്ട് നീ ജ്യോതിഷം പഠിക്കണം. എന്നിട്ട് ഒരുപാട് ആളുകളെ നീ ₹1 മാത്രം ദക്ഷിണ സ്വീകരിച്ചിട്ട് ഭാവിയിൽ ജ്യോതിഷം പഠിപ്പിക്കാൻ കടപ്പെട്ടവനാണെന്ന് പറഞ്ഞു. ₹1, ഒറ്റ ദക്ഷിണമായി, ₹1. കാരണം അത് ഫലത്തിൽ പറ്റും. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകളെ നിനക്ക് പഠിപ്പിക്കേണ്ടിയും വരും. ആ വന്ന മാറ്റം വളരെ അത്ഭുതകരമായി. ശരണമയ്യപ്പോ 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 ഹരിഹരസുതനാനന്ദചിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പോ ശരണമയ്യപ്പോ ശരണമയ്യപ്പോ. ഞാൻ പറയാൻ വന്നത് ഒറ്റ സംഗതിയാണ്. അത് കഴിഞ്ഞ ശേഷം അദ്ദേഹം ഒരുപാട് വഴിതെറ്റി നടന്നിരുന്ന ചെറുപ്പക്കാരെ മൊത്തവും ജ്യോതിഷ ശാസ്ത്രത്തിൻ്റെ ശക്തിയും മഹത്വവും മനസ്സിലാക്കി. എന്നിട്ട് ഒരുപാട് പേരുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ ദുഃഖങ്ങളൊക്കെ ഒഴിവാക്കി. എന്നിട്ട് എന്തുകൊണ്ടാണ് ജനങ്ങൾ ജ്യോതിഷ ശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തതെന്ന് സയൻറ്റിഫിക്കായിട്ട് അദ്ദേഹം മനസ്സിലാക്കിയിട്ട് ഒരുപാട് ആളുകൾക്ക് ഈ ഒരു ചാർട്ടും ഒരു പട്ടികയുണ്ട്. ആ പട്ടിക അത് ഒരുപാട് പേരെ ശാസ്ത്രീയമായിട്ട് അദ്ദേഹം പഠിപ്പിച്ചു. അശ്വതി മകം മൂലം കേതു 7, ഭരണിപൂരം പൂരാടം ശുക്ര 20, കാർത്തിക ഉത്രാടം ആദിത്യൻ 6, രോഹിണി അത്തം തിരുവോണം ചന്ദ്രൻ 10, മകയിരം ചിത്തിര അവിട്ടം ചൊവ്വ 7, തിരുവാതിര ചോതിചതയം രാഹു 18, പുണർദം വിശാഖം പൂരുട്ടാതി വ്യാഴം 16, ആയില്യം തൃക്കേട്ട രേവതി ബുധൻ 17. ഇങ്ങനെ ദശാസന്ധി പട്ടികയുണ്ട്. ദശാസന്ധി പട്ടിക അതിൽ അശ്വതി ഭരണി കാർത്തിക രോഹിണി മഹൈരം ഇങ്ങനെ വരുന്ന 27 കൃത്തികകളെന്നാണ് പറയുന്നത്. കൃത്തികകൾ നാളെന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഈ 27 കൃത്തികളെ 3 ചേർത്തിട്ട് വർഗീകരണം നടത്തിയിട്ടുണ്ട്, ക്ലസ്റ്റർ ആക്കിയിട്ടുണ്ട്. അതിൽ അശ്വതി മകം മൂലം ഈ 3 നാളുകളിൽ ജനിക്കുന്ന ആളുകൾ ആര് തന്നെ ആയിക്കോട്ടെ, സ്ത്രീ ആയാലും പുരുഷനായിരുന്നാലും, അശ്വതി മകം മൂലം ഈ 3 നക്ഷത്രങ്ങൾ ജനിക്കുന്ന ആൾ കേതു ദശയിലാണ് ജനിക്കുന്നത്. കേതുവിൻ്റെ കാലഘട്ടം കേതു 7, ശുക്ര 20, രവി 6, ചന്ദ്രൻ 10, ചൊവ്വ 7, രാഹു 16, ശനി 19, ബുധൻ 17. ഇങ്ങനെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. ടോട്ടൽ 120 ഇയേഴ്സ്. ഈ 120 കൊല്ലം കഴിഞ്ഞിട്ടും ജാമാറ കിടക്കുകയാണെങ്കിൽ വീണ്ടും കേതു മുതൽ കയറി വരും. എന്തായാലും നമുക്കൊന്നും വേണ്ടി വരത്തില്ല അല്ലേ? അപ്പം ഈ രീതിയിൽ കൂടെ വരുന്ന ആ ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ ആയില്യം തൃക്കേട്ട രേവതി ബുധൻ 17 വർഷം വരെയുള്ള ആ കാൽക്കുലേഷൻ നല്ലതായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞിരുന്നാൽ ഏത് ദശാസന്ധിയിൽ കൂടെയാണ് ഒരു വ്യക്തി കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കാം. അശ്വതി മകം മൂലം കേതു 7, ഭരണി പൂരം പൂരാടം ശുക്ര 20, കാർത്തിക ഉത്രാടം ഇങ്ങനെ പറഞ്ഞിട്ട് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരിക. അപ്പോൾ ഇത് നമുക്ക് നല്ലതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഞാനിപ്പോൾ ഏത് ദശാസന്ധിയിൽ കൂടെ കടന്നു പോകുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ കേതു 7, ശുക്ര 20, രവി 6, ചന്ദ്രൻ 10, ചൊവ്വ 7, രാഹു 18, വ്യാഴം 16, ശനി 19 വർഷമാണ്. ഈ 19 വർഷക്കാലം ആദ്യം വരുന്ന സമയത്തുണ്ട്, മധ്യത്തിൽ വരും, അവസാനം വരും. ചില ആൾക്കാരുടെയൊക്കെ ജീവിതത്തിൽ ആദ്യം ശനി വന്നു കഴിഞ്ഞിരുന്നാൽ അച്ഛനും അമ്മയൊക്കെ മരിക്കും, വ്യക്തികൾക്ക് അനാരോഗ്യം, ഇതുപോലെയൊക്കെയുള്ള ദുരിതങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കി അതിന് പരിഹാരം നമുക്ക് നിർണ്ണയിക്കാൻ സാധിച്ചാൽ അപാരമായ വ്യത്യാസം വരും. ഈ ജ്യോതിഷശാസ്ത്രത്തിൻ്റെ ശക്തി അപാരമായിട്ട് തെളിയിച്ച ഒരു വലിയ മോണ്യുമെൻ്റ് തിരുവനന്തപുരം നഗരത്തിലുണ്ട്. നിങ്ങളിൽ ആർക്കും അത് അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ലതായിട്ട് മനസ്സിലാക്കണം. നിങ്ങൾ കിഴക്കേക്കോട്ട ചെന്നിട്ട് പ്രധാന ഗോപുരത്തേക്കൂടെ അകത്തേക്ക് നോക്കുമ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രം കാണാം അല്ലേ?
ഇത് കഴിഞ്ഞിട്ട് വീണ്ടും തെക്കോട്ട് ഓളത്തിന് പോകുമ്പോൾ ഒരു വാതിലുണ്ട്. അതിലേക്കൂടെയാണ് ബസ്സൊക്കെ അകത്തോട്ട് കയറുന്നത്, കോട്ടയ്ക്ക് അകത്തോട്ട് കയറുന്നത് അല്ലേ. ആ കോട്ടയുടെ പേര് വെട്ടിമുറിച്ച കോട്ട എന്നാണ്. വെട്ടിമുറിച്ച കോട്ട. അതിൽ റൈറ്റിലേക്ക് കയറിയാൽ വെട്ടിമുറിച്ച കോട്ട, തെക്കേ നട വഴി പടിഞ്ഞാറേ നട വഴി നമ്മൾ ആറാട്ട് റോഡ് വഴി ശംഖുമുഖത്തിന് പോകും, വള്ളക്കടവ് വഴി. ഈ വെട്ടിമുറിച്ച കോട്ട ഉണ്ടായതിൻ്റെ ചരിത്രം മനസ്സിലാക്കിയാൽ ജ്യോതിഷ ശാസ്ത്രത്തിൻ്റെ കൃത്യത, ഗ്രേറ്റ്നെസ്, സയൻറ്റിഫിക് ബേസ് നമുക്ക് നല്ലതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. രോമാഞ്ചം വരുത്തുന്ന കഥയാണ് ഇത്. കേരളകൗമുദിയിൽ സ്പെഷ്യൽ ഫീച്ചറായിട്ട് ഒരു 5-6 ഫോട്ടോസ് സഹിതം 2 പേജ് ഫുള്ളായിട്ട് സൺഡേ സപ്ലിമെൻറ്റിൽ ഹിസ്റ്റോറിക് ഡാറ്റ കംപ്ലീറ്റ് കൊടുത്തതാണ്. അതിൻ്റെ തിരുനാൾ മഹാരാജാവ് രാജ്യം ഭരിക്കുന്ന കാലം അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലകത്ത് വളരെ സീനിയേഴ്സായിട്ടുള്ള ജ്യോതിഷന്മാരൊക്കെയാണ്. അവരൊക്കെയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. മഹാരാജാവിനാണെങ്കിൽ ജ്യോതിഷക്കാരില്ലാതെ ഒരു കാര്യവും തീരുമാനിക്കാൻ പറ്റില്ല. എപ്പോൾ തുപ്പുന്നത് നല്ലതാണ്, എപ്പോൾ തുപ്പിക്കൂടാന്നൊക്കെ അദ്ദേഹത്തിന് അങ്ങനെ സംശയമാണ്. ഇങ്ങനത്തെ ഒരു മനുഷ്യൻ അത് മൊത്തം മുതലെടുത്തുകൊണ്ട് കുറേ ആളുകളിങ്ങനെ കൊട്ടാരം സിൽബന്ധികളായിട്ട് ജ്യോതിഷത്തിൻ്റെ അശ്വന്മാരായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ചൂഷണത്തിൻ്റെ ഹെഡ് ഓഫീസുകളായിട്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് ഇപ്പോൾ നമ്മൾ കാണുന്ന പേട്ട റെയിൽവേ സ്റ്റേഷൻ്റെ ആ പ്രദേശത്ത് അവിടെ ഒരു വീട്ടിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ അടുത്ത നേരത്തെ ഭക്ഷണത്തിന് നിവൃത്തിയില്ലാത്ത ഒരു കുടുംബത്തിൽ ഗോവിന്ദൻ എന്ന് പറഞ്ഞ ഒരു കുട്ടി ജനിച്ചു. എന്നിട്ട് 8-9 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ അപാരമായ സിദ്ധികൾ, അത്ഭുതകരങ്ങളായ അനുഭവങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങി. അതുകൊണ്ട് 15 വയസ്സായപ്പോഴത്തേക്ക് ഈ കുട്ടി ആരെങ്കിലും നടന്നു വന്നാൽ മുഖത്ത് നോക്കിയിട്ട് നാളെ പോലും ചോദിക്കത്തില്ല, ഇതാ ഇന്നതൊക്കെ സംഭവിക്കാൻ പോവാ, സൂക്ഷിച്ചുകൊണ്ടാണ്. ആ പേട്ടയിലെ ആ പ്രദേശത്തുള്ള ഒരു വെറും പാവപ്പെട്ട കുടുംബത്തിൽ, കമ്മ്യൂണിറ്റി പേര് പറയുന്നത് ദയവേദ എന്നോട് ക്ഷമിക്കണം, അവിടെ ആ പ്രദേശത്തുള്ള ഒരു ഈഴവ കുടുംബത്തിൽപ്പെട്ട ആളാണ്. അച്ഛനൊക്കെ വെറും കൂലിപ്പണിക്ക് വന്ന ആളാണ്. ഈ ആൾക്കും പ്രത്യേകിച്ച് ഫോർമൽ എഡ്യൂക്കേഷനൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ദൈവജ്ഞൻ ആ അവസ്ഥയിലാണ്. എന്ത് പറഞ്ഞാലും അത് അതുപോലെയാണ്. അവസാനം ഇത് മഹാരാജാവിൻ്റെ കാതിലെത്തി. അപ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞു. ഇയാളെ കൊണ്ടുവന്ന് കഴിഞ്ഞിരുന്നാൽ തങ്ങളുടെ ഈ വരുമാനം കലയ്ക്കും. ഇത് കൊട്ടാരം ജ്യോത്സ്യന്മാർക്ക് മനസ്സിലായി. അവർ ചില ഭീഷണികളൊക്കെ പ്രയോഗിച്ചു നോക്കി, പക്ഷെ ചിലവായില്ല. അനുദിനം ഈ 15 വയസ്സുകാരൻ്റെ പ്രശസ്തി അങ്ങനെ വർദ്ധിച്ചു വരുന്നു. തിരുവിതാംകൂറിൽ മൊത്തവും ഇയാളുടെ പ്രശസ്തി അങ്ങനെ വർദ്ധിച്ചു വരുന്നു. ആളെ കൊണ്ടുവരാൻ പറഞ്ഞു. പേടിച്ച് കൊട്ടാരത്തിനകത്തോട്ട് വരിക. ഈ കുട്ടി ആകപ്പാടെ ഭയന്നാണ് വരുന്നത്. അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മഹാരാജാവ് എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് ഈ കുട്ടി നടന്നു വരുന്നു. എന്നിട്ട് പിന്നെ കുട്ടിയുടെ ഭാവം മാറി. 15 വയസ്സുകാരൻ്റെ ഭാവം മാറി. അങ്ങ് എന്ത് ചോദിച്ചാലും ഞാൻ പറയാം, പക്ഷെ നമ്മൾ 2 പേരും മാത്രമേ കാണാവൂ, ബാക്കി ആളുകൾ നമ്മൾ കംപ്ലീറ്റായി പുറത്താക്കണമെന്ന് പറഞ്ഞു. അപ്പം മഹാരാജാവ് ഒരു നിമിഷം ആലോചിച്ചു. ശരി, അങ്ങനെ തന്നെ എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ തമ്മിൽ നടന്ന വാർത്താലാപത്തിൻ്റെ പൂർണ്ണരൂപം ഇന്ന് വരെ ലോകത്ത് മനസ്സിലായിട്ടില്ല. അവർ തമ്മിൽ സംസാരിച്ച് എന്താണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ മഹാരാജാവിന് വലിയ മാനസാന്തരം വന്നു എന്നുള്ളത് ഉറപ്പാണ്. അടുത്ത ദിവസങ്ങളിലൊക്കെ ചില വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഈ കുട്ടിയോട് ചോദിച്ചിട്ട് മഹാരാജാവ് തീരുമാനമെടുക്കൂ എന്നൊരവസ്ഥയെത്തി. ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് കൊട്ടാരം ജ്യോത്സ്യന്മാർക്ക് ആകപ്പാടെ വിപ്രകടം. അവർ ഒരു പരീക്ഷണം അത് നടത്താൻ വേണ്ടിയിട്ട് ഒരു ശരിക്കും ഈ പന്തളത്ത് കൊട്ടാരത്തിൽ നടന്നതുപോലെ ഒരു ചെറിയ വളത്തിൽ കാണിച്ചു. അവിടെ ശരണമയ്യപ്പോ 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 ശരണമയ്യപ്പോ. എന്നിട്ട് മഹാരാജാവിൻ്റെ അടുത്ത് ഇവർ പറഞ്ഞു, നാളെ അങ്ങ് ഈ കോട്ടയിലെ 4 പ്രധാന വാതിലുകളാണ്, ഏത് വാതിലിൽ കൂടെ പുറത്തെഴുന്നള്ളും എന്ന് ഗോവിന്ദനോട് ചോദിക്കാൻ പറഞ്ഞു. ചോദ്യം മനസ്സിലായില്ല. നാളെ അങ്ങ് ഈ കോട്ടയുടെ ഏത് വാതിലിൽ കൂടെ പുറത്തിറങ്ങും എന്ന് ഗോവിന്ദനോട് ചോദിക്കാൻ പറഞ്ഞു. കുട്ടിയെ വിളിപ്പിച്ചു. എന്നിട്ട് നാളെ നാം ഏത് വാതിലിൽ കൂടെ പുറത്തിറങ്ങും ചോദ്യമാണ്. അപ്പോൾ അതിനെന്താണ് മറുപടി? അപ്പം ഗോവിന്ദൻ
വളരെ വളരെ കൂളായിട്ട് പറഞ്ഞു. ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇത് ഓലക്കുറുമാനം എഴുതി അവിടുത്തെ സാറാട്ട് വണ്ടിയുടെ വെൽവെറ്റ് സീറ്റിൻ്റെ കീഴിൽ ഈ ഉള്ളവൻ വെച്ചിട്ടുണ്ട്. ആളെ വിട്ടിങ്ങ് എടുപ്പിച്ചാൽ മതി. അങ്ങ് നാളെ ഏത് വാതിൽ വഴി പുറത്തിറങ്ങുമെന്ന് ഈ ഉള്ളവൻ ഓലക്കുറുമാനം എഴുതി അവിടുത്തെ സാറാട്ട് വണ്ടിയുടെ വെൽവെറ്റ് സീറ്റിൻ്റെ കീഴിൽ വെച്ചിട്ടുണ്ട്. ആളെ വിട്ട് എടുപ്പിച്ചാൽ മതി. ആള് പോയി. മഹാരാജാവ് ഇരിക്കുന്ന വണ്ടിയാണ്. അതിൻ്റെ സെക്യൂരിറ്റിയൊക്കെ ആലോചിച്ചു. അതിൻ്റെ അകത്തൂടെ ഇത് വലിച്ച് പഴയ ഓലയിലാണല്ലോ എഴുതുന്നത്. ആ ഓലക്കുറുമാനം എടുത്ത് വായിച്ചു. എഴുതി വെച്ചിരിക്കുന്നു. ഇന്നത്തെ ഡേറ്റിട്ട് എഴുതി വെച്ചിരിക്കുന്നു. നാളെ കോട്ട പൊളിച്ചെഴുന്നള്ളും. അവിടെ വാതിലില്ല. നാളെ കോട്ട പൊളിച്ചെഴുന്നള്ളും. അപ്പോൾ മഹാരാജാവിനെ കൊണ്ട് ഈ കൊട്ടാരം സിൽബന്ദികൾ ചിന്തിപ്പിച്ച് ഉറപ്പിച്ചിരിക്കുകയാണ്. നാളെ കോട്ട പൊളിച്ചെഴുന്നള്ളണം. അത് ഗോവിന്ദൻ പറയുമോ ഇല്ലയോ എന്നറിയണം. അപ്പോൾ അത് ഒരാഴ്ചക്ക് മുമ്പേ എഴുതി അങ്ങയുടെ വണ്ടിയുടെ സാറാട്ട് വണ്ടിയുടെ വെൽവെറ്റ് സീറ്റിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. അത് കിട്ടാൻ വേണ്ടിയിട്ട് നമസ്കരിച്ചു. ഈ കുട്ടിയെ 15 വയസ്സുകാരനെ തിരുവിതാംകൂർ രാജഭരണത്തിൻ്റെ പരമാധികാരി നമസ്കരിച്ചു. പത്മനാഭൻ്റെ കാണപ്പെടുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ നമസ്കരിച്ചു. എന്നിട്ട് പൊളിക്കാൻ പറഞ്ഞു കോട്ട. അങ്ങനെയാണ് വെട്ടിമുറിച്ച കോട്ട വന്നത്. വെട്ടിമുറിച്ച കോട്ട ജ്യോതിഷ ശാസ്ത്രത്തിൻ്റെ ശക്തിയാണ്. ഇത് ചരിത്ര സത്യമാണ്. വെട്ടിമുറിച്ച കോട്ട. ഇത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഇപ്പം ഗൂഗിളിൽ കിട്ടും. അതിനകത്ത് ഇട്ടിട്ടുണ്ട്. വെട്ടിമുറിച്ച കോട്ട എന്ന് മാത്രം അടിച്ചിട്ട് ആണെങ്കിൽ തിരുവനന്തപുരം നിങ്ങൾ അടിച്ചോളൂ. ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത്രയ്ക്ക് സത്യസന്ധമായ മഹാശാസ്ത്രമാണ്. പക്ഷേ ഇന്ന് ചില ആളുകൾ അതിലെ കുഴപ്പമുണ്ടാക്കി വരുമാന മാർഗമാക്കി മാറ്റിയിട്ട് ഇതിൻ്റെ ആ സാത്വിക ഭാവം നഷ്ടമാക്കിയിരിക്കുന്നത് കൊണ്ടാണ് ഇത് കുഴപ്പമുണ്ടാകുന്നത്. ഈ യമധർമ്മൻ്റെ പുത്രനാണ് സാക്ഷാൽ ശനി.